ഇത് നോക്കിയാ ഇപ്പൊ കുറെ ആൾക്കാർ ഇൻസ്റ്റയില് ബ്ലോഗ് ചെയ്യണുണ്ടില്ലേ? ഇപ്പൊ മിനി ബ്ലോഗ്സ് ഒക്കെ കുറെ ആൾക്കാർ ചെയ്യും. ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ചിലരൊക്കെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ അറിയോ, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാൻ ഒരു താല്പര്യമില്ല എന്നല്ല. ഒന്നാമത് അതൊരു കുറച്ച് എന്താ പറയാ ടൈം എടുക്കും, ഒന്ന് മാച്ച് ആവോ. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള അത് ആ ഒരു സ്പീഡിൽ പറയേണ്ടി വരും, ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് പറയേണ്ടി വരും. ഇപ്പൊ ഞാനൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫോൺ വെക്കുമ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ ഞാൻ പറയാ ചെയ്യാം. അപ്പൊ ചിലവർ അങ്ങനെയൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ഒരു സംഭവമാണ് ഈ വോയിസ് ഓവർ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും എനിക്ക് വോയിസ് ഓവർ ഒന്ന് കൊടുത്തു നോക്കണം എന്നൊക്കെ. കൊടുത്തു നോക്കണം, സ്വന്തം വോയിസിൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൊടുക്കണം എന്നാണ്. അതിപ്പോ വേറെ ഒരാളെ വോയിസ് ഓവർ കൊടുക്കാറ് ഞാൻ അയാളെ കൊണ്ട് പോയി പറയിപ്പിക്കും. പറ്റും. ഇപ്പോ എക്സാമ്പിൾ ആരാ പറയാ, ഇപ്പോ ട്രംപിന്റെ വോയിസ് എക്സാമ്പിൾ പറഞ്ഞ പക്ഷെ അങ്ങനെ പറ്റും. അത് പറ്റിയൊരു വെബ്സൈറ്റ് ഉണ്ട്, ഫിഷ് ഓഡിയോ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിൽ നമ്മൾ കയറിയിട്ട് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ടെക്സ്റ്റ് ടു സ്പീച്ച്, അതുപോലെ തന്നെ വോയിസ് ക്ലോണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് നമ്മൾ എന്താണോ നമുക്ക് വോയിസ് ഓവർ ആക്കേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അടിയിൽ വോയിസ് മോഡൽസ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ട്രംപ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക ഇലോൺ മസ്ക്, സെലിബ്രിറ്റീസിന്റെ ഇപ്പോ നമ്മൾ കൊടുക്കുന്ന ഇതുമാതിരി ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഒരു US ഒക്കെ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെലിബ്രിറ്റീസിന്റെ ആയിരിക്കും, വേറെ സ്ഥലത്താണ് അങ്ങനെ കിട്ടും. അപ്പോൾ ഓരോ നമ്മൾ സെലക്ട് ചെയ്ത്, അതായത് വോയിസ് മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളെ വോയിസ് വെച്ചിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ടെക്സ്റ്റും ആ ഒരു വോയിസ് മോഡൽ വെച്ച് നമുക്കൊരു വോയിസ് ഓവർ ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും. ഓ അങ്ങനെ, അതായത് ഇപ്പം നമ്മുടെ ഒരു വീഡിയോക്ക് നമുക്ക് ഇഷ്ടമുള്ള ആളെ വോയിസ് വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളത് നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വോയിസ് ക്ലോണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളത് അതുപോലെ തന്നെ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക.